നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എന്തെങ്കിലും വിവരം അറിഞ്ഞ അച്ഛനെ മോള് വിവരം അറിയിക്കണം. എന്റെ ശരീരത്തിൽ എന്തെങ്കിലും ഉണർവുണ്ടാവണമെങ്കിൽ അവിടുന്ന് എന്തെങ്കിലും ഒരു നല്ല വാർത്ത കേൾക്കണം. വേണ്ട മോളെ. വിഷ്ണുവേട്ടൻ ഹോസ്പിറ്റലിലായിരിക്കുന്നെന്നാ പറയുന്നേ. വർഷങ്ങളായി ഭക്ഷണം ഉണ്ടാക്കിയും വിളമ്പി കൊടുത്തും ശീലമുള്ള അമ്മയ്ക്ക് എന്തായാലും അങ്ങനെ ഒരു തെറ്റ് പറ്റാൻ സാധ്യതയില്ല. ഇതിലെന്തോ ചതിയുണ്ട്. അമ്മ എന്താ ഫോൺ എടുക്കാത്തെ? ഒരു അത്യാവശ്യത്തിന് വിളിച്ച ഫോൺ എടുക്കുന്നില്ലെങ്കിൽ പിന്നെ എങ്ങനെ കാര്യങ്ങൾ അറിയാ? എന്താ കുഞ്ഞെ, വിഷ്ണു കുഞ്ഞിന്റെ കാര്യം വല്ലതും അറിഞ്ഞോ? സത്യാമ്മ എന്തിനാ ശാലിനി കുഞ്ഞിനെയും മറ്റും ചീത്ത പറഞ്ഞത്? ശാരദാമ്മ കൊണ്ടുപോയ ഭക്ഷണം കഴിച്ചിട്ടാണോ വിഷ്ണു കുഞ്ഞിന് സുഖമില്ലാതായത്? എന്നൊക്കെയാ പറയുന്നേ ചേച്ചി. ഇതിന്റെ സത്യാവസ്ഥ എന്താന്ന് ദൈവത്തിന് മാത്രമേ അറിയൂ. രാഘവൻ സാറ് ശ്യാമകുഞ്ഞിനെ തിരക്കുന്നുണ്ട്. വിഷ്ണു കുഞ്ഞിന്റെ കാര്യം അറിയാൻ തന്നെയാ. സത്യാമ്മ പറഞ്ഞിട്ടുള്ള അറിവേ എനിക്കുള്ളൂ. പോയിരിക്കുന്നവരാരും ഫോണും എടുക്കുന്നില്ല. എന്തായാലും ഇതറിഞ്ഞപ്പോ മുതല് സാറും വല്ലാത്തൊരവസ്ഥയില്ല. നിലവിളിക്കുന്നില്ലെന്നേ ഉള്ളൂ. മനസ്സ് മുഴുവനും വിഷ്ണു കുഞ്ഞിന് എന്തെങ്കിലും പറ്റുമോന്ന് ചിന്തയാ. ഞാനിപ്പോ എന്താ അച്ഛനോട് പറയാ? അറിയില്ലെന്ന് പറഞ്ഞ ഞാൻ മനഃപൂർവ്വം അച്ഛനിൽ നിന്നും പലതും മറച്ചു വെക്കുന്നല്ലേ അച്ഛൻ കരുതൂ? തെറ്റു പറ്റിയത് എന്റെ വീട്ടുകാർക്കാണെന്നല്ലേ സത്യമ്മ പറഞ്ഞിട്ട് പോയത്? എന്നെ എവിടെ ഇരുത്താത്തത് കൊണ്ടാ ഞാൻ ശ്യാമകുഞ്ഞിനെ വിളിച്ചോണ്ട് വരാന്നും പറഞ്ഞു പോന്നത്. ഹോസ്പിറ്റലിൽ നിന്ന് ആരും വിളിച്ചിട്ടില്ലെന്ന് തന്നെ പറ. അല്ലാതിപ്പോ നമ്മൾ എന്ത് പറയാനാ? അവളിത് എവിടേക്കാ പോയത്? ഒരു കാര്യം അറിയാൻ വേണ്ടിയല്ലേ വിളിച്ചോണ്ടാൻ പറഞ്ഞത്. എന്നിട്ട് പോയ വഴി പോയേക്ക. എനിക്ക് പോയി തിരക്കാൻ പറ്റുന്ന അവസ്ഥയിലായിരുന്നെങ്കിൽ രാഘവൻ ആരുടെ കാല് പിടിക്കില്ലായിരുന്നു. ഞാൻ ഒറ്റയ്ക്ക് പോയി കാര്യങ്ങളൊക്കെ തിരക്കി വരുമായിരുന്നു. എന്താണ് ഇപ്പൊ അവിടെ ഉണ്ടായത്? ഒന്നും അറിയാൻ പറ്റുന്നില്ലല്ലോ. എവിടെയെങ്കിലും കുത്തിരിക്കാന്ന് വെച്ചാ എനിക്ക് ജീപ്പ് അറിയണ്ടേ? ശ്യാമേ, ശ്യാമേ, ഇത് നിങ്ങൾക്ക് എവിടെ പോയിരിക്കുക? വിളിച്ചാൽ കേൾക്കത്തില്ല. ശ്യാമേ, അയ്യോ അച്ഛാ, അയ്യോ അച്ഛാ സാറേ, അച്ഛാ എന്ത് പറ്റി? അച്ഛാ, ശ്യാമകുഞ്ഞെ, പൊന്നിച്ചി ഒന്ന് പിടിക്കേ. അച്ഛാ പതുക്കെ. എനിക്ക് സാറേ, നിങ്ങൾ കുട്ടിയെ കൂടൂല. അച്ഛാ പതുക്കെ. പൊന്നിച്ചി ഒന്ന് വേഗം പിടിക്കേ. അച്ഛാ പതുക്കെ. എന്താ അച്ഛാ ഇത്? വല്ലതും പറ്റിയോ? ഞങ്ങൾ അച്ഛന്റെ അടുത്തേക്ക് വരുമല്ലായിരുന്നോ? എന്തിനാ എഴുന്നേറ്റ് നടക്കാൻ നോക്കിയേ? വിഷ്ണുവിന്റെ കാര്യം എന്തായി? അതറിയാഞ്ഞിട്ടും എനിക്ക് സ്വസ്ഥതയില്ല. എന്താ ശരിക്കുണ്ടായേ? എന്താ ഭാമകടൻ ബഹളം വെച്ച് പോയപ്പോ എന്തൊക്കെ വിളിച്ചു പറഞ്ഞെന്നല്ലാതെ കൂടുതൽ കാര്യങ്ങളൊന്നും എനിക്ക് മനസ്സിലായില്ല. എന്താ എന്താ വിഷ്ണു ശരിക്കും പറ്റിയ ശ്യാമേ? മക്കളെ വല്ല പറഞ്ഞോ? സത്യമ്മ പറഞ്ഞ കാര്യങ്ങളെ എനിക്കും അറിയാൻ പാടുള്ളൂ അച്ഛാ. വിഷ്ണുവേട്ടന് സുഖമില്ലാണ്ടായി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിരിക്കുന്നു എന്നല്ലാതെ മറ്റൊന്നും എനിക്കറിയില്ല. ഞാനും ദേ പൊന്നി ചേച്ചിയും കൂടി ഹോസ്പിറ്റലിൽ പോയിരിക്കുന്നവരെ ഇത്രയും നേരം വിളിച്ചോണ്ടിരിക്കുവായിരുന്നു. ഒരാളും ഫോൺ എടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെ വിവരങ്ങളൊന്നും അറിയാനും പറ്റുന്നില്ല. അല്ല, അവരാരും എന്താ മക്കളെ ഫോൺ എടുക്കാതെ? അല്ല, എന്റെ കുഞ്ഞെന്തേലും കാര്യമായിട്ട് കുഴപ്പമുണ്ടോ? അല്ലാതെ എന്നിൽ നിന്ന് നിങ്ങളെല്ലാരും എന്തെങ്കിലും മറയ്ക്കുന്നുണ്ടോ? അയ്യോ ഇല്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ അച്ഛനോട് പറ. എന്റെ ഈ മനസ്സിനെ നടക്കി നിർത്താൻ വേണ്ടിട്ടാ ഈ ചോദിക്കുന്നേ. ഇല്ല അച്ഛാ, അങ്ങനെയൊന്നും ഇല്ല. ആ ചിലപ്പോ
റേഞ്ച് ഇല്ലാത്തടത്തായിരിക്കും, അതുകൊണ്ടാ ഫോൺ വിളിച്ചിട്ട് കിട്ടാത്ത. അച്ഛൻ വിഷമിക്കാതെ. പോയവരിൽ ആരെങ്കിലുമൊക്കെ വിവരങ്ങൾ അറിയിക്കാൻ വിളിക്കാതിരിക്കില്ല. മകളെ ഭാമ പറഞ്ഞു കേട്ടല്ലോ, ശാലിന് കൊടുത്ത ഭക്ഷണം കഴിച്ചാ അവൻ സുഖമില്ലാണ്ടായെന്ന്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടായോ? ഹേയ് അതോ ഭാമയുടെ ദേഷ്യത്തിന് അവളെ നിനക്ക് വിളിച്ചു പറയുന്നതാണോ? അച്ഛൻ എന്താ ഈ പറയുന്നേ? അങ്ങനെ ഒരു സംശയം പോലും നമ്മുടെ മനസ്സിൽ വരാൻ പാടില്ല. വിഷ്ണുവേട്ടന് വേണ്ടിയിട്ടല്ലാതെ എന്റെ കുഞ്ഞേച്ചിക്ക് വേണ്ടി ഒരു ദിവസം പോലും ജീവിച്ചിട്ടില്ല. ഊണിലും ഉറക്കത്തിലും എല്ലാം വിഷ്ണുവേട്ടനെ എങ്ങനെ ഈ കേസിൽ നിന്ന് രക്ഷിക്കാം എന്ന് ചിന്തിക്കുന്നുള്ള എന്റെ കുഞ്ഞേച്ചി. ആ എന്റെ കുഞ്ഞേച്ചി വിഷ്ണുവേട്ടന് വിഷം കൊടുത്ത് കൊല്ലാൻ നോക്കിന്നൊക്കെ പറഞ്ഞ അതൊക്കെ വിശ്വസിക്കാൻ മാത്രം ഞാനത്ര മണ്ടിയൊന്നും അല്ലച്ച. സത്യമ്മ എന്റെ കുടുംബക്കാരെ അടക്കാ ചീത്ത പറഞ്ഞ്. ഞങ്ങള് വിഷം കൊടുത്തു എന്ന് തന്നെയാ പറഞ്ഞ്. ഇതിന്ന് എനിക്കൊരു കാര്യം മനസ്സിലായച്ച. വിഷ്ണുവേട്ടനും എന്റെ കുഞ്ഞേച്ചിയും തമ്മിലുള്ള ഇഷ്ടത്തിന്റെ ആഴവും പരപ്പും ഒന്നും സത്യമ്മയ്ക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. അത് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നെങ്കിൽ സത്യമ്മ ഇങ്ങനെയൊന്നും പറയില്ലായിരുന്നു. അച്ഛനറിയോ, വിഷ്ണുവേട്ടൻ എന്റെ കുഞ്ഞേച്ചിയുടെ പ്രാണനാ. കുഞ്ഞേച്ചിയുടെ ജീവനേക്കാളും കുഞ്ഞേച്ചി പ്രാധാന്യം കൽപ്പിക്കുന്നത് വിഷ്ണുവേട്ടന്റെ ജീവന് തന്നെ. ആ ജീവൻ എടുക്കാൻ കുഞ്ഞേച്ചി ആഗ്രഹിക്കുമെന്നോ? അങ്ങനെ ഒരു ചിന്ത എന്റെ കുഞ്ഞേച്ചിയിലേക്ക് വരുന്നതിന് മുൻപേ എന്റെ കുഞ്ഞേച്ചി ആത്മഹത്യ ചെയ്തിരിക്കും. മക്കളെ, അച്ഛനെല്ലാം അറിയാം, എല്ലാ കാര്യങ്ങളും അച്ഛനറിയാം. അല്ല, ഇനിയിപ്പോ പോലീസുകാര് ഒരു കാരണം ഉണ്ടാക്കി അവനെ തല്ലിച്ചതച്ച് ഹോസ്പിറ്റലാക്കിട്ടെ ഇങ്ങനൊരു കള്ളക്കഥ പറഞ്ഞുണ്ടാക്കിയാൽ മതിയല്ലോ. എന്തിനും പോരാത്ത ആ ACPക്ക കേസിന് ചുമതല. അയാള് കാരണ നമ്മുടെ കുടുംബത്തിൽ എത്ര പേരെ കൊന്നാലും തീരാത്തത്ര പകയം കൊണ്ട് നടക്കുന്ന വിഷസർപ്പ. അവൻ കളിക്കും, ഭംഗിയായിട്ട് കളിക്കും. അവനറിയാത്ത വളഞ്ഞ വഴികളിലൂടെയൊക്കെ സഞ്ചരിച്ചേ ദ്രോഹിക്കാവുന്നതിന്റെ മാക്സിമം അവൻ ദ്രോഹിക്കും. ഈ ഒരു കള്ളക്കളിക്ക് പിന്നിലും അങ്ങനെ ഒരു സംശയം ഇല്ലാതില്ല. പക്ഷെ അതൊന്നും സത്യമ്മ മനസ്സിലാക്കുന്നില്ലല്ലോ അച്ഛ. സ്നേഹം, ഇഷ്ടം, അതൊന്നും മനസ്സിലാക്കി പ്രകടിപ്പിക്കാനോ അവൾക്ക് അറിയില്ല. എന്തെങ്കിലും കേട്ടാ അതിന്റെ മോശം വശങ്ങൾ പിടിച്ച് മാത്രം ബഹളം കൂട്ടാൻ അറിയാം. എന്നാ അതിന്റെ നന്മ ശ്രമിക്കുകയില്ല, ശ്രദ്ധിക്കുകയില്ല. പതുക്കെ. കുഴപ്പമില്ല, ഒരു വല്ലാത്തൊരു പരവേശം. ഞാനൊന്ന് കിടക്കട്ടെ. ഈ വിവരങ്ങൾ അറിയാനുള്ള കാത്തിരിപ്പേ മരണവേദനയ്ക്കും അപ്പുറവാ. എന്തെങ്കിലും വിവരം അറിഞ്ഞ അച്ഛനെ മോള് വിവരം അറിയിക്കണം. എന്റെ ശരീരത്തിൽ എന്തെങ്കിലും ഉണർവുണ്ടാവണമെങ്കിൽ അവിടുന്ന് എന്തെങ്കിലും ഒരു നല്ല വാർത്ത കേൾക്കണം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.